ഓക്കെ. ഇടയ്ക്ക് നമ്മളൊരു ടോപ്പിക്ക് ചെയ്തായിരുന്നു അല്ലേ? ഒരു ക്ലാസ്സിൽ. ഓക്കെ. സോ യു ക്യാൻ സീ ദ സ്ക്രീൻ. കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. സോ ഇത് എഴുതിക്കോളൂ. 2018 ഏപ്രിലിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 2018 ഏപ്രിൽ. സോ അപ്പം പാർട്ട് എയിൽ വരുമ്പോൾ നമുക്ക് മൊഡ്യൂൾ 1 വി ക്യാൻ എക്സ്പെക്ട് ദ ക്വസ്റ്റ്യൻ ദ റേഞ്ചസ് ഫ്രം 15 മാർക്സ് ടു 30 മാർക്സ്. ഓക്കെ. 15 മാർക്ക് മുതൽ 30 മാർക്ക് വരെ മൊഡ്യൂൾ 1ൽ നിന്ന് നമുക്ക് റേഞ്ച് വരാം. 15 മാർക്സ് മിനിമം എന്തായാലും ഉണ്ടാവും. അഷ്വേർഡ് മാർക്ക് 15 ആണ്. 15 നിന്ന് 30 വരെ റേഞ്ചിൽ ചിലപ്പോൾ ഉണ്ടാവും. ഓക്കെ. സോ ഡിഫൈൻ മെറ്റാസെൻറ്റർ ആൻഡ് മെറ്റാസെൻട്രിക് ഹൈറ്റ് ഓൾറെഡി ഐ തിങ്ക് ഐ ഓൾറെഡി മെൻഷൻഡ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇനി കാൽക്കുലേറ്റ് ദ പ്രഷർ ഇത് പറഞ്ഞിട്ടുണ്ടോ? കാൽക്കുലേറ്റ് ദ പ്രഷർ ഡ്യൂ ടു കോളം ഓഫ് 0.4 മീറ്റർ ഓഫ് വാട്ടർ ഓയിൽ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി മെർക്കുറി ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഓക്കെ. പ്ലീസ് റൈറ്റ് ഡൗൺ. ആ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടാൽ മതി. ഏപ്രിൽ 2018 ക്വസ്റ്റ്യൻ നമ്പർ 1B. ഏപ്രിൽ 2018 ക്വസ്റ്റ്യൻ നമ്പർ 1B. ഓക്കെ. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ പ്രഷർ ഡ്യൂ ടു എ കോളം ഓഫ് 0.4 മീറ്റർ. ഓക്കെ. ഒരു കോളത്തിൽ ഇറ്റ്സ് എ കോളം. അതിൽ 0.4 മീറ്റർ വാട്ടർ ഉണ്ട്. ദാറ്റ് മീൻസ് ദ ഹൈറ്റ് ഓഫ് ദ വാട്ടർ അല്ല, 0.4 മീറ്റർ എന്തോ ഉണ്ട്, ലിക്വിഡ് എന്തോ ഉണ്ട്. 0.4 മീറ്റർ ഈസ് ഹൈറ്റ്. ആ ഹൈറ്റിൽ എന്തോ കാര്യം ഇവിടെ ഉണ്ട്. അവർ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അത് ഒന്നാമത് വാട്ടർ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത് പറഞ്ഞാൽ 0.9 സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ള എനി ലിക്വിഡ്, ഏതോ ഒരു ലിക്വിഡ് അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ദ സെക്കൻഡ് ദേ ആർ മെൻഷൻ അബൌട്ട് ദ സ്പെസിഫിക് ഗ്രാവിറ്റി. ആൻഡ് ദ തേർഡ് വൺ ഈസ് മെർക്കുറി. 0.4 meter mercury is in the column. So the question is calculate the pressures in these three conditions. Okay, we need to calculate the pressure in both three conditions. നമ്മൾ calculate ചെയ്യണം. So this is the question. ഓക്കെ. ഇപ്പോൾ കോളം ഞാൻ വരയ്ക്കുകയാണ്. സോ ദിസ് ഈസ് ദ കോളം. ഓക്കെ. ഇതാണ് കോളം എന്ന് പറയുന്നത്. ഞാൻ ഒരു ബേസും കൂടെ കൊടുക്കുന്നുണ്ട്. ചുമ്മാ വരയ്ക്കുന്നുള്ളൂ, ബേസ് വേണമെന്ന് നിർബന്ധമില്ല. ഓക്കെ. അപ്പോൾ ഈ കോളത്തിൽ ഇത്രയും ലിക്വിഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ. ഈ കോളത്തിൽ ഇത്രയും ലിക്വിഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ. ഈ കോളത്തിന്റെ ഹൈറ്റ് എത്രയാ പറയുന്നേ? 0.4 മീറ്റർ. ഓക്കെ. ഈ കോളത്തിന്റെ ഹൈറ്റ് 0.4 meter. So the first question, what is the pressure when the column is filled with water? Okay, water fill ചെയ്ത് കഴിഞ്ഞാൽ pressure എത്രയാണ്? What is the equation to find out pressure? Susan, what is the equation to find out pressure? Susan, can you hear me? Hello? Okay, what is the simple equation to find out? പറഞ്ഞോ, കേൾക്കാം. Yeah, rho GH. Okay, so this is the simple equation to find out the pressure. P is equal to rho GH, which is introduced by Pascal. Okay, Pascal ആണ് introduce ചെയ്തത് rho GH. So what is rho here? If the condition is water, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷന് എന്ത് കൊടുക്കുന്നു? വാട്ടർ കൊടുക്കുന്നു. ഓക്കെ. വാട്ടർ കൊടുക്കുമ്പോൾ വാട്ടറിന്റെ ഡെൻസിറ്റി എത്രയാണ്? റോ. ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് 1000 kilogram
per meter cube. In your examination, you must mention the density of water before writing this equation. Okay, so after that, you have to write this equation and substitute the values. So that is pressure of water, I write as PW, which is equal to 1000 into 9.81 into the height is given as 0.4 meter. Okay, what is the value? Okay, what is the unit? Newton. Newton per Newton per meter square വല്ലതും ഉണ്ടോ? ന്യൂട്ടൺ പെർ എന്താണ്? പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ അല്ലേ? പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ എന്താ വരുന്നത്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ക്ലിയർ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. 1 ബാർ എന്ന് പറഞ്ഞാൽ എത്രയാ? 1 ബാർ പ്രഷർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ക്ലിയർ. 1 ബാർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 കിലോ പാസ്കൽ അല്ലെങ്കിൽ 100 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, സൂസൻ മനസ്സിലായോ? പുണ്യ? ഓക്കെ, ഇനി എന്താണ് അടുത്ത കേസ്? എന്താണ്? ഓക്കെ, വാട്ട് ദേ ആസ്ക് the second, they ask to find out the pressure if the liquid is a oil of specific gravity 0.9. ഓക്കെ, അപ്പോൾ ഓയിലാണ് കണ്ടുപിടിക്കാനുള്ളത്. അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 അല്ലേ? അപ്പോൾ ഡെൻസിറ്റി എത്രയാണ്? 0.9 into 1000. ഓക്കെ, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, ക്ലിയർ. സോ എന്താണ് പ്രഷർ? പി ഓയിൽ എന്താണ്? പി ഓഫ് ഓയിൽ റോ ജി എച്ച് അല്ലേ? സോ റോ ജി എച്ച്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 900 into 9.81 into the height is same 0.4. ഓക്കെ, ഇനി മെർക്കുറി വരുമ്പോൾ എന്താണ്? പി മെർക്കുറി എന്താണ്? 13.6 അല്ലേ? 13600 into 9.81 into ഹൈറ്റ് എത്രയാണ്? 0.4. രണ്ടും പറഞ്ഞേ. So it's a 5-mark question. It's very simple to find out. I hope you are understand the conditions. Okay. അപ്പോൾ ഇങ്ങനെ വേണം എന്ത് ചെയ്യാൻ? എക്സാമിനേഷനിൽ എഴുതാം. മനസ്സിലായോ? അതിൻ്റെ അകത്ത് സൈഡിൽ ഫിഗർ ഉണ്ടാവണം, equations ഉണ്ടാവണം, equation statements ഉണ്ടാവണം, and there will be the main important thing, you must provide the units of the answer whatever you get. പെട്ടെന്ന് പറയും, എത്ര കിട്ടും? ഓക്കെ, ഇറ്റ്സ് എ പ്രഷർ ഫോർ ഓയിൽ അല്ലേ? 31.6 Newton per meter square. Okay, what is the what for the mercury? 5366 meter square. Newton per meter square. Clear? So shall we go for the next question? Okay, so next എഴുതി കഴിഞ്ഞോ? സൂസൻ എഴുതി കഴിഞ്ഞല്ലോ അല്ലേ? ഓക്കെ, ക്ലിയർ ആയല്ലോ. ഓക്കെ, നെക്സ്റ്റ്. So next question, please, Punya, please read the question. No, not like that. അല്ല, കണ്ടിന്യൂറ്റി കേസിലോ 1C ഉണ്ടല്ലോ, പ്ലേറ്റിന്റെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ടല്ലോ 1C. ഓക്കെ, ജസ്റ്റ് ഐ റീഡ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, വെയിറ്റ് ഞാൻ വായിക്കാം. കുഴപ്പമില്ല, ഒരു ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഇപ്പോൾ ഒരു സർക്കുലർ പ്ലേറ്റ് ഉണ്ട്, സർക്കുലർ പ്ലേറ്റ് 5 meter dia and which is immersed in water in such a way that the greatest depth is below the free surface is 4 meter and 1.5 meter
Determine the total pressure on the face of the plate and position of center of pressure. Okay, please done it as your homework question. Okay, homework question ആയിട്ട് ചെയ്യാം. സർക്കുലർ നിങ്ങൾ ചെയ്തതല്ലേ? നമ്മൾ തൊട്ട് മുന്നേ ക്വസ്റ്റ്യനിൽ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തത്. ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങളെ ഗ്രൂപ്പിൽ സം നോയ്സ് ഈസ് ഹാപ്പൻ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്, പ്ലീസ് കട്ട് ദാറ്റ് മൈക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ ഇടുക. ഓക്കെ, പലരും ഇടുന്നില്ല. സോ എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. സോ ഈ എന്തായാലും നിങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്, അപ്പോൾ ഇതെന്തായാലും ക്ലിയർ ഔട്ട് ചെയ്യണം. സോ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഗ്രൂപ്പിൽ ഇട്ട് ചെയ്യാം. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചെയ്യാൻ എന്തെങ്കിലും സപ്പോർട്ട് വേണോ ഇപ്പോൾ? സൂസൻ, ട്രൈ ചെയ്ത് നോക്കാവോ? ഓക്കെ, ശരി. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആണ്. നമ്മൾ പഠിച്ച സെയിം ആണ്, വേറെ പാറ്റേൺസ് ഒന്നും മാറുന്നില്ല. ഓക്കെ, കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഈസ് മൊഡ്യൂൾ 2 and fluid. This question finding the velocity is module 2. Okay, difference between piezometers and pressure gauge. It is a simple question that you have asked. You can written in one sentence. That is 2 marks is given for that. What is actually piezometer and pressure gauges? A general question. What is piezometer and what is pressure gauges? Have you heard about piezometer? Have you heard of manometers? Have you heard about manometers? Manometers കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? ഹലോ, മാനോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പീസോമീറ്ററിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പീസോമീറ്റേഴ്സിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. അപ്പോൾ എന്താണ് പീസോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, എന്താണ് പ്രഷർ ഗേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതിൽ തന്നെ വാക്കുണ്ട്. എന്താണ് പ്രഷർ ഗേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Okay, please write down. Piezometer is the simplest form of manometer. Piezometer is the simplest form of manometer. Piezometer is the simplest form of manometer used to measure gauge pressure. Piezometer is the simplest form of manometer used to measure gauge pressure. Okay, piezometer എങ്ങനെ ഇരിക്കും? പീസോമീറ്ററിന് ഒരു മൗത്ത് ഉണ്ടാവും. ഓക്കെ, ദെൻ ഒരു ലിംബ് ഉണ്ടാവും. ഓക്കെ, മൗത്ത് ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? ഒരു ലിംബ് ഉണ്ടാവും. മനസ്സിലായോ? എന്ത് തന്നെയാണ്? ഒരു സിമ്പിൾ ആയിട്ട് വരുന്ന എന്ത് തന്നെയാണ്? മാനോമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? പീസോമീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ? മനസ്സിലായോ? പുണ്യ ആൻഡ് സൂസൻ. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് വാട്ടർ ആയിരിക്കും ഉണ്ടാവുന്നത്. സോ പ്ലീസ് ഡ്രോ ദ ഫിഗർ. ഓക്കെ, സോ ഇക്വേഷൻ എന്താണ്? പി ഈക്വൽ ടു റോ GH Newton per meter square ആണ് യൂണിറ്റ് വരും. Okay, so what is the second one? The pressure gauges. What is actually the pressure gauges? എന്താണ് പ്രഷർ ഗേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങൾ മെക്കാനിക്കൽ ഗേജസ് എന്ന് കേട്ടിട്ടുണ്ടോ? I think I just say about the mechanical gauges in our session that we are starting from manometers. Just ഒന്ന് പറഞ്ഞിട്ടുണ്ടോ തോന്നുന്നു. ഓക്കെ, എഴുതിക്കോളൂ. Pressure gauges are defined as the device used for measuring. Pressure gauges are device used for measuring pressure by balancing the fluid column. Pressure by balancing the fluid column.
by spring or dead weight. By spring or dead weight. എക്സാമ്പിൾ പറയാം. ഡയഫ്രം പ്രഷർ ഗേജ്, ബോർഡൻ പ്രഷർ ഗേജ്, ബെല്ലോസ് പ്രഷർ ഗേജ്. ഡയഫ്രം പ്രഷർ ഗേജ്, ബോർഡൻ BOUR, ബോർഡൻ, then ബെല്ലോസ്. ഡയഫ്രം പ്രഷർ ഗേജ് ഉണ്ട്, ബോർഡൻ പ്രഷർ ഗേജ് ഉണ്ട്, ബെല്ലോസ് ഉണ്ട്, പിന്നെ ഡെഡ് വെയിറ്റ് ഉണ്ട്. സോ ഹാവ് യു അണ്ടർസ്റ്റാൻഡ്? ക്ലിയർ ആയോ? ഡു യു അണ്ടർസ്റ്റാൻഡ്? ഹലോ? ഓക്കെ, അപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് എഴുതാൻ ഉണ്ടായിരുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടത്. സോ യു ഗെറ്റ് ദ 2 മാർക്സ്. ഓക്കെ, ഓക്കെ. അപ്പോൾ 2018 ക്വസ്റ്റ്യൻ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. എത്ര മാർക്ക് ഉണ്ടായിരുന്നു നമുക്ക് മൊഡ്യൂൾ 1 എന്ന? 5, 10, 15, 17 മാർക്ക് അല്ലേ? 17 മാർക്കിന് ഉണ്ടായിരുന്നില്ല അല്ലേ? ഹലോ? ആ, ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. Please write down 2017. So, do you familiar with this question? ചെയ്തില്ലായിരുന്നോ ക്ലാസ്സിൽ? ആ ലെവൽ സെയിം ആക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ അത് പറയണ്ടല്ലോ അല്ലേ? ചെക്ക് ദ വീഡിയോ ചെക്ക് ചെയ്യുക. സൂസൻ കണ്ടായിരുന്നോ ആ വീഡിയോ? സൂസൻ ഉണ്ടായിരുന്നോ അപ്പോൾ? ഓക്കെ, എന്ത് ചെയ്യുക? ആ വീഡിയോ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ചെക്ക് ചെയ്യാം, അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് തന്നെയാണ് അടുത്ത് ചെയ്തെന്ന് തോന്നുന്നു. ഓക്കെ, so what is the second question? Obtain an expression for the center of pressure of a lamina placed in an inclined position. Obtain. So please write down the question. Obtain the expression for center of pressure of a lamina placed in an inclined position. Okay. ഡെറിവേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പ്രോബ്ലം മാത്രമല്ല ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇക്വേഷനും പ്രോബ്ലം മാത്രമല്ല ഇൻക്ലൈൻഡ് സർഫസിൽ. എന്താണ് ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ദ സെന്റർ ഓഫ് പ്രഷർ? വാട്ട് ഈസ് ആൻ ഇക്വേഷൻ? വാട്ട് ഈസ് ദ ഇക്വേഷൻ? പുണ്യ പറഞ്ഞ ഇക്വേഷൻ എന്താ? സെന്റർ ഓഫ് പ്രഷർ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കണ്ടുപിടിക്കാനുള്ള H star is equal to H bar. Okay. Please write down 2017 first question B. Obtain an expression for center of pressure of a lamina placed in an inclined position. Okay. So നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പോൾ ഒരു പ്ലെയിൻ ലാമിന എന്ന് പറയാം. വാട്ട് ഈസ് മീൻ ബൈ ലാമിന? Susan, what is mean by lamina? Hello? Horizontal ആണോ ലാമിന? ഈ ലാമിന എന്ന് പറഞ്ഞാൽ എന്താ? എന്തുമായിട്ട് റിലേറ്റ് ചെയ്യാൻ ലാമിനയാ?
ലാമിനയ്ക്ക് എന്ത് കാണത്തില്ല, തിക്നെസ് മെജോറിറ്റിലി നമുക്ക് കൺസിഡർ ചെയ്യാറില്ല. അതിന് എന്തുണ്ടാവും, ഒരു ഡയമെൻഷൻസ് ഉണ്ടാവും. ആ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും 2 ഡയമെൻഷൻസ് മൂന്നാമതൊരു ഡയമെൻഷൻസിനേക്കാളും കൂടുതലായിട്ടും ഉണ്ടാവും. ഓക്കെ, അതിനെയാണ് ലാമിന എന്ന് പറഞ്ഞാൽ. കൂടുതലായിട്ട് പോകാൻ തിരിച്ച ടോപ്പിക്സ് ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലൊക്കെ നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ് ലാമിന എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു പ്ലെയിൻ ലാമിന എന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പ്ലെയിൻ ലാമിനയ്ക്ക് വേണ്ടി എനിക്ക് ഏത് ഷേപ്പ് വേണോ എടുക്കാം. ഞാനൊരു ഇറഗുലർ ഷേപ്പ് എടുക്കാൻ പോവാണ്. പ്ലെയിൻ ലാമിനയ്ക്ക് വേണ്ടി എന്ത് ഷേപ്പ് എടുക്കാൻ പോവാണ്, ഒരു ഇറഗുലർ ഷേപ്പ് എടുക്കാൻ പോവാണ്. സോ ഇതാണ് എൻ്റെ ഷേപ്പ് എന്ന് വിചാരിക്കുക, ഒരു ഇറഗുലർ ഷേപ്പ്. ഇതാണ് എൻ്റെ പ്ലെയിൻ ലാമിന. ഈ പ്ലെയിൻ ലാമിനയ്ക്ക് എന്തുണ്ടാവും, ഒരു ഏരിയ ഉണ്ടാവുമല്ലോ അല്ലേ. ഇതാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻക്ലൈൻ ചെയ്തിരിക്കുകയാണ്. ഇതെന്ത് ചെയ്തിരിക്കുകയാണ്, ഇൻക്ലൈൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ അകത്തൊരു സ്ട്രിപ്പ് വരയ്ക്കുന്നു. കാര്യം ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യണം. സോ ഞാൻ ഒരു സ്ട്രിപ്പ് ഇതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതാണ് ഞാൻ വരച്ച സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ഞാൻ സ്ട്രിപ്പ് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇത് ഇൻക്ലൈൻഡ് പൊസിഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ അകത്ത് റെഫറൻസ് എടുക്കുന്നുണ്ട്. സോ റെഫറൻസ് എന്ന് പറയുന്നത്, സോ ദിസ് ഈസ് ദ റെഫറൻസ്. ഇത് എത്രയോ ഡിഗ്രി ഇൻക്ലൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഞാൻ ലൊക്കേറ്റ് ചെയ്യുന്നത് ഏകദേശം ഇവിടെയാണ്. ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് ഞാൻ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, എനിക്കിതിനെ ഗ്രാഫിക്കലി അങ്ങോട്ട് മാറ്റണം. നമ്മൾ ജസ്റ്റ് വാട്ട് വി ഡു ഇൻ ദ റെക്ടാങ്കിൾ സെക്ഷൻ അത് തന്നെയാണ്. Then so this is the free water surface. You must mention about the free water surface. So what is this center of gravity എന്ന് പറയുന്നത് എന്താ, this is h bar and this is h star. Okay, and this is some angle theta. Clear ആണോ? Okay, just draw a reference line from the point of contact. Make sure that the reference line is parallel to the line draw from G and P. Okay, ഇനി പാരലൽ അല്ല, ചെറിയൊരു ഡീവിയേഷൻ ഉണ്ട്. ദെൻ എന്ത് ചെയ്യുക, ഈ ഏരിയയുടെ ഒരു സൈഡിൽ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, നമ്മൾ സ്ട്രിപ്പ് എടുത്തതെന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസിന് ഞാൻ y ആയിട്ട് കൊടുക്കുന്നു. ഡിസ്റ്റൻസിന് എന്തായിട്ട് കൊടുക്കുന്നു, y ആയിട്ട് കൊടുക്കുന്നു. ക്ലിയർ ആയോ? ഇനി ഈ ഒരു ചെറിയ ഡയമെൻഷന് ഞാൻ എന്തായിട്ട് കൊടുക്കുന്നു, dy ആയിട്ട് കൊടുക്കുന്നു. ഈ സ്ട്രിപ്പിന്റെ വിഡ്ത്തിന് എന്തായിട്ട് കൊടുക്കുന്നു, dy ആയിട്ട് കൊടുക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഞാൻ ഇത് y ആയിട്ട് കൊടുത്ത സ്ഥിതിക്ക് ഇതിന്റെ സെന്റർ ഓഫ് പ്രഷറിൽ നിന്ന് ഇതുവരെയുള്ള റെഫറൻസ് വരെയുള്ള ഈ ലൈൻ എന്തായിരിക്കണം, y സ്റ്റാർ. എന്താണ് y സ്റ്റാർ? സോ ഇത് y സ്റ്റാർ ആണ്. ഇതെന്താണ്, എച്ച് സ്റ്റാർ ആണ്. സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വരുന്നത് എച്ച് സ്റ്റാർ. സോറി, എച്ച് സ്റ്റാർ അല്ല, y ബാർ ആണ്. ദിസ് ഈസ് y ബാർ, ദിസ് ഈസ് y സ്റ്റാർ.
മനസ്സിലായോ? ഇത്രയും വരച്ച മനസ്സിലായോ? സോ ദിസ് ഈസ് ഓൾ. ക്ലിയർ അല്ലേ? ഹലോ, ഓക്കെ, വരച്ചെടുക്കുക. വരച്ച് കഴിഞ്ഞെങ്കിൽ പറയുക. Okay, just write down, consider a plane surface of arbitrary shape. Consider a plane surface of arbitrary shape is immersed in a liquid. Consider a plane surface of arbitrary shape. Consider a plane surface of arbitrary shape. Consider a plane surface of arbitrary shape is immersed in a liquid. Is immersed in a liquid. Is immersed in a liquid in such a way that is immersed in a liquid in such a way that the plane makes theta degree, the plane makes theta degree with the free water surface, in which the plane makes theta degree with the free water surface. The plane makes theta degree with the free water surface. Consider A is the total area of inclined surface. A is the area of inclined surface, and h bar is the depth. H bar is the depth of CG, depth of CG from free water surface, from free water surface. And H star is the depth of center of pressure from free water surface, and theta be the angle of inclination. Theta be the angle of inclination. Clear? And y bar is the distance. Y bar is the distance of the CG, distance of the CG to a surface OO, to a surface OO, ഇത് OO എന്ന് വിളിക്കാം, to a surface OO, to a surface OO, and y star is the distance, y star is the distance of the center of pressure, of the center of pressure from OO. Y star is the distance from the center of pressure from OO. Okay, clear? Idio. So what is the pressure? Pressure is equal to rho GH. Pressure P is equal to rho GH. So consider a small area. Consider a small area. Consider a small area of width dy and area dA of width dy
of width dy and area dA, and the pressure, the force acting, and the force acting is dF. Force acting is dF, which is equal to rho into, sorry, dF is equal to not rho, pressure into area of strip, area of strip. So the area of strip is considered as, sorry, the pressure is considered as rho gh. Pressure is considered as rho gh into area of strip is considered as dA. Area of strip is considered as dA. Okay. So from geometry, sin theta is equal to sin theta, which is equal to h by y bar, sorry, h by y, which is equal to h by y എന്ന് പറയാൻ കാര്യം എന്താ? ഈ ട്രയാങ്കിൾ നോക്ക്, ഈ ട്രയാങ്കിൾ കണ്ടോ? ഇത് h ആയിട്ട് കൊടുക്കുക, കണ്ടോ? ഈ ട്രയാങ്കിൾ കണ്ടോ? ഹലോ, ആ ഇത് h ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസൈഡ് ബൈ ഹൈപ്പോന്യൂസ്. ഹൈപ്പോന്യൂസ് എന്താണ്? y അല്ലേ? ഇനി h ബാർ, ഇനി ഈ വലിയ ട്രയാങ്കിൾ എടുത്താലോ, h ബാർ ബൈ y ബാർ അല്ലേ? ഇനി ഇതും ഈ വലിയ ട്രയാങ്കിൾ എടുത്താലോ, ഓപ്പോസൈഡ് എന്ന് പറഞ്ഞാൽ h സ്റ്റാർ ബൈ y സ്റ്റാർ. ഓക്കെ, അപ്പോൾ സൈൻ, ഇതെല്ലാം സൈൻ തീറ്റയാണ്, ഇതെല്ലാം സെയിം ആംഗിൾ ആണ്. സോ സൈൻ തീറ്റ ഈസ് ഈക്വൽ h ബൈ y ബാർ y ആൻഡ് h ബാർ ബൈ y ബാർ, which is equal to h star by y star. Okay, so here, from here, h is equal to, consider this two, h is equal to y sin theta, small h is equal to y sin theta, small h is equal to y sin theta. So f is equal to the total force acting, is equal to integral df ആണ്, integral df ആണ്, that is integral rho g y sin theta dA, integral rho g y sin theta dA. Okay, integral y sin theta, total force acting is integral rho g y sin theta dA. So which is equal to ini, we know that from trigonometry, from the integration concept, integral y dA is equal to, integral y dA is equal to a into y bar എന്ന് പറയുന്ന ഒരു തിയറം ഉണ്ട്. integral y dA is equal to a into y bar. Okay, integral y into dA is equal to a into y bar. So f is equal to rho g y bar sin theta into a. ഓക്കെ, അപ്പോൾ ഈ റോ ജി വൈ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താവും? ഈ റോ ജി സൈൻ തീറ്റ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ വൈ ഡി എ എന്താവും? എ വൈ ബാർ ആയിട്ട് മാറും. വൈ ഡി എ വൈ ബാർ ആയിട്ട് മാറും. ബാക്കി എല്ലാം അവിടെ ഉണ്ടാവും. ഓക്കെ, ക്ലിയർ? വി നോ ദാറ്റ് വൈ ബാർ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ വൈ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ സൈൻ തീറ്റ എന്ന് എച്ച് എന്ന് പറഞ്ഞാൽ വൈ സൈൻ തീറ്റ അല്ലേ? ഇനി വൈ ബാർ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് എന്ന് പറഞ്ഞാൽ വൈ സൈൻ തീറ്റ, വൈ ബാർ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് ബാർ. അപ്പോൾ റോ ജി എ എച്ച് ബാർ, റോ ജി എ എച്ച് ബാർ. മനസ്സിലായോ? ഓക്കെ, സോ ഇനി സെന്റർ ഓഫ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യണം.
ഓക്കെ, സോ സെൻറ്റർ ഓഫ് പ്രഷർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസിഡർ ദ സ്ട്രിപ്പ് അഗെയിൻ we know that df which is equal to rho g h into dA. ഓക്കെ, അപ്പോൾ സ്ട്രിപ്പ് എടുക്കുന്നു, ഡി എഫ് ഈസ് ഈക്വൽ റോ ജി എച്ച് ഇൻറ്റു ഡി എ. എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു റോ ജി, എച്ച് എന്ന് പറഞ്ഞാൽ വൈ സൈൻ തീറ്റയാണ്. സോ ഇറ്റ് ഈസ് റോ ജി വൈ സൈൻ തീറ്റ ഇൻറ്റു ഡി എ. എച്ചിന് പകരം വൈ സൈൻ തീറ്റ കൊടുക്കുന്നു. ഓക്കെ, സോ ഇനി മൊമെന്റ് ഓഫ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു എന്താണ്? മൊമെന്റ് ഓഫ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് വൈ, ഡി എഫ് ഇൻറ്റു വൈ. അപ്പോൾ എന്താവും? ഡി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ജി വൈ സൈൻ തീറ്റ ഡി ആണ്. ഇതിന് വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഓൾറെഡി ഇവിടെ ഒരു വൈ ഉണ്ട്, വൈ ഇൻറ്റു വൈ സ്ക്വയർ, ദാറ്റ് ഈസ് റോ ജി വൈ സ്ക്വയർ സൈൻ തീറ്റ ഡി എ. റോ ജി വൈ സ്ക്വയർ സൈൻ തീറ്റ ഡി എ. ഓക്കെ, ഇനി സം ഓഫ് ഇത് ഒരു സ്ട്രിപ്പിൻ്റെ ആണ്. ഇനി ടോട്ടൽ മൊമെന്റ് എന്താണ്? ടോട്ടൽ മൊമെന്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡി എഫ് ഇൻറ്റു വൈ ഓക്കെ, അപ്പോൾ ടോട്ടൽ മൊമെന്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡി എഫ് ഇൻറ്റു വൈ. അപ്പോൾ ഡി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ടോട്ടൽ മൊമെന്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡി എഫ് ഇൻറ്റു വൈ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? റോ ജി സൈൻ തീറ്റ പുറത്തെടുത്തിട്ട് ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ വൈ സ്ക്വയർ വൈ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ വൈ ഡി എന്ന് പറയുന്നത് ഏരിയ ആണെങ്കിൽ, ഇന്റഗ്രൽ എ വൈ ആണെങ്കിൽ, എ ഇൻറ്റു വൈ ബാർ ആണെങ്കിൽ, ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആണ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ദ സർഫസ് ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു റോ ജി സൈൻ തീറ്റ ഇൻറ്റു ഐ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്കറിയാം ഫോഴ്സ്, ഇനി സെൻറ്റർ ഓഫ് പ്രഷർ വരെയുള്ള ഫോഴ്സ്. അപ്പോൾ എഴുതിക്കോളൂ, ഫോഴ്സ് അല്ലെങ്കിൽ ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് O by considering the center of pressure, that is F into Y star. ഇത് ഏതിന് ഈക്വൽ ആണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്? ഈ റോ ജി സൈൻ തീറ്റ ഇൻറ്റു ഐക്ക് ഈക്വൽ. കാര്യം ടോട്ടൽ സെൻറ്റർ ഓഫ് പ്രഷറിലാണ് ടോട്ടൽ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് ടോട്ടൽ മൊമെന്റിന്റെ ടോട്ടൽ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് പ്രഷറിന്റെ കൺസിഡറേഷനിൽ എടുക്കുകയാണെങ്കിൽ, ടോട്ടൽ മൊമെന്റ് എന്ത് ചെയ്യും? ഈക്വൽ ആയിരിക്കും. സോ ദാറ്റ് ഈസ് എഫ് ഇൻറ്റു വൈ സ്റ്റാർ ഈസ് ഈക്വൽ റോ ജി സൈൻ തീറ്റ I0. ഓക്കെ, ഇനി വൈ സ്റ്റാർ ഈസ് ഈക്വൽ ടു എന്താണ്? വൈ സ്റ്റാർ ഈസ് ഈക്വൽ ടു റോ ജി സൈൻ തീറ്റ I0 ഡിവൈഡഡ് ബൈ എഫ്. ഓക്കെ, എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോ ജി എച്ച് അല്ലേ? എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോ ജി എ എച്ച് ബാർ ആണ്. എഫ് എന്ന് പറഞ്ഞാൽ റോ ജി എ എച്ച് ബാർ. ഇനി I0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I0 ഈസ് ഈക്വൽ ടു ഐ ജി പ്ലസ് എ എച്ച് സ്ക്വയർ അല്ലെങ്കിൽ എ വൈ ബാർ സ്ക്വയർ ആണ്. I0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ജി പ്ലസ് എ വൈ ബാർ സ്ക്വയർ ആണ്. I0 ഈസ് ഈക്വൽ ടു ഐ ജി പ്ലസ് എ വൈ ബാർ സ്ക്വയർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ വൈ സ്റ്റാർ എന്ന് പറയുന്ന ഇക്വേഷൻ, ഈ വൈ സ്റ്റാർ എന്ന് പറയുന്ന ഇക്വേഷനിൽ കൊടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാം? വൈ സ്റ്റാറിന് പകരം എന്ത് കൊടുക്കാം? വൈ സ്റ്റാറിന് പകരം y is equal to h sin theta അല്ലേ? അപ്പോൾ y star is equal to h star divided by sin theta കൊടുക്കുക. h star divided by sin theta which is equal to rho g sin theta I0ക്ക് പകരം ig പ്ലസ്
AY ബാർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എഫിന് പകരം റോ ജി എ എച്ച് ബാർ, റോ ജി എ എച്ച് ബാർ. ഓക്കെ, ഇത് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കിട്ടുമ്പോൾ ഇതിൽ കട്ട് ചെയ്ത് കളഞ്ഞ് റോയും കട്ട് ചെയ്യാം, ജിയും കട്ട് ചെയ്യാം. റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു IG സൈൻ സ്ക്വയർ തീറ്റ ബൈ AH ബാർ പ്ലസ് എച്ച് ബാർ ബൈ റീഅറേഞ്ചിങ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ബൈ റീഅറേഞ്ചിങ് എങ്ങനെയാണ് കിട്ടുന്നത്? എച്ച് ബാർ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് എച്ച് ബാർ വൈ ബൈ വൈ ബാർ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ. സബ്സ്റ്റിറ്റ്യൂട്ട് എച്ച് ബാർ ബൈ വൈ ബാർ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് വൈ ബാറിന് വരെ എന്ത് കൊടുക്കുക? ഇവിടെ വൈ ബാറിന് വരെ എന്ത് കൊടുക്കുക? എച്ച് സ്റ്റാർ ബൈ അല്ലെങ്കിൽ എച്ച് ബാർ ബൈ സൈൻ തീറ്റ ഇവിടെ കൊടുക്കുന്നുണ്ട്. വൈ ബാറിന് പകരം എച്ച് ബാർ ബൈ സൈൻ തീറ്റ ഇവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇത് കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇക്വേഷനിലോട്ട് വരുന്നത്. കുറച്ച് ടഫാണ്, ഐ നോ ദാറ്റ്, ബട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, തിയറി സൈഡിൽ നിന്ന് വളരെ കുറവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്ന് വരുന്നത്. ബട്ട് നിങ്ങൾ എന്തെങ്കിലും ഓർത്ത് വെക്കാനെങ്കിലും നോക്കാം. ഓക്കെ, ക്ലിയർ? ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായോ? പുണ്യ